അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 47-ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രൂവ് ദാറ്റ് ഓൾ ദ സർക്കിൾസ് ഡ്രോൺ ഓൺ ദ 4 സൈഡ്സ് ഓഫ് എ റോംബസ് ആസ് എ ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിന്റ്. അതായത് ഒരു സമഭുജ സമാന്തരികത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നുപോകും എന്ന് തെളിയിക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു സമഭുജ സമാന്തരികം കണ്ടോ? അതായത് ഒരു റോംബസ് അല്ലയോ? ഈ റോംബസിന്റെ 4 വശത്തും 4 സർക്കിൾസ് ഉണ്ട്, അതായത് 4 വൃത്തങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഈ 4 വൃത്തങ്ങളും പൊതുവായിട്ട് ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഈ റോംബസ് കണ്ടല്ലോ, ഈ റോംബസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ 2 മൂലകളും ഒന്ന് യോജിപ്പിക്കാം. അപ്പൊ നമ്മൾ ഈ റോംബസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ കോമൺ പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ? അതായത് ഈ കോമൺ പോയിന്റ് നമുക്ക് O എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് 4 വൃത്തങ്ങളും കടന്നു പോകുന്ന പോയിന്റ്. അപ്പൊ നമ്മൾ ആദ്യം റോംബസിനൊരു പേര് കൊടുത്തു, ABCD. അതുപോലെ തന്നെ AB എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലെ? BC എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. CD എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. AD എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അതുപോലെ തന്നെ AC എന്ന് പറയുന്നത് എന്താണ്? ഒരു വികർണമാണല്ലേ, അതായത് ഡയഗണൽ. BD എന്ന് പറയുന്നതോ ഇതേ സമഭുജ സാമാന്ത്രികത്തിന്റെ അടുത്ത വികർണമാണ്, അടുത്ത ഡയഗണലാണ്. അപ്പൊ ഇവിടെ നമ്മൾ റോംബസ് ABCD കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയഗണൽസ് AC-യും BD-യും വരച്ചിട്ടുമുണ്ട്. അതായത് AC-BD എന്ന വികർണങ്ങൾ വരയ്ക്കാം. നമുക്കറിയാം ഒരു റോംബസിന്റെ ഡയഗണൽസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? അതായത് ലംബമായിരിക്കും. അപ്പോൾ ഒരു റോംബസിന്റെ വികർണങ്ങൾ ഡയഗണൽസ് വരച്ചാൽ അത് എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അതായത് ഡയഗണൽസ് എപ്പോഴും ലംബമായിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ AOB എന്ന് പറയുന്ന ഇത്രയും ഭാഗത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അതേപോലെ തന്നെ BOC ഇതെത്രയായിരിക്കും? അതും 90 ഡിഗ്രി ആയിരിക്കും. ഇനി COD എത്രയായിരിക്കും? അവിടെയും 90 ഡിഗ്രി ആയിരിക്കും. AODയും 90 ഡിഗ്രി ആയിരിക്കും. കാരണം മനസ്സിലായല്ലോ, ഇതൊരു റോംബസ് ആണ്, ഒരു സമഭുജ സാമാന്തരികമാണ്. അതിന്റെ വികർണങ്ങൾ, അതായത് അതിന്റെ ഡയഗണൽസ് എപ്പോഴും കട്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അതായത് ലംബമായിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ AC പെർപെൻഡിക്കുലർ ടു BD ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഉണ്ടാകുന്ന ഈ 4 ആംഗിൾസും 90 ഡിഗ്രി വീതമാണെന്ന് പറയാം അല്ലെ? അപ്പൊ ഒന്നാമത്തെ ആംഗിൾ നമുക്ക് എടുക്കാം, AOB. AOB എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു രീതി പറയാം, AB ഡയമീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, AB ഡയമീറ്ററുമാണ്. AOB 90 ഡിഗ്രിയും ആണെങ്കിൽ O എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിലെ ഒരു പോയിന്റ് ആണെന്ന് പറയാം അല്ലെ? നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും എന്തായിരിക്കും? മട്ടകോണായിരിക്കും. അതായത് ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സർക്കിളിന്റെ AB എന്ന് പറയുന്ന ഡയമീറ്ററും അതുപോലെ തന്നെ സർക്കിളിന്റെ ഈ ഒരു പോർഷനിൽ വരുന്ന ഒരു ആംഗിളും കൂടാണ് 90 ഡിഗ്രി എന്ന് കിട്ടിയേക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ O എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു സർക്കിളിലെ ഒരു പോയിന്റ് ആണെന്ന് മനസ്സിലാക്കാം അല്ലെ? അതേപോലെ തന്നെ അടുത്ത സർക്കിൾ എടുക്കാം. അടുത്ത സർക്കിളിലും ഇതേപോലെ തന്നെ BOC എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. അതായത് ഇവിടെയും BC എന്താണ്? ഡയമീറ്റർ ആണ് അല്ലെ? ഈ ഒരു സർക്കിളിലെ ഡയമീറ്റർ ആണ്. അപ്പൊ ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ആണെങ്കിൽ, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആണെങ്കിൽ O എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു സർക്കിളിലെയും ഒരു പോയിന്റ് ആണ് അല്ലെ? അതേപോലെ തന്നെ അടുത്ത 2 സർക്കിൾസ് എടുത്താലും എന്ത് തന്നെ പറയാം? ഈ O എന്ന് പറയുന്നത് ഈ സർക്കിളിലെയും ഒരു പോയിന്റ് ആണ്, ഈ ഒരു സർക്കിളിലെയും പോയിന്റ് ആണ്. ഇവിടെ എല്ലാം 90 ഡിഗ്രി വരുന്നത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? ഈ O എന്ന് പറയുന്ന പോയിന്റ് ഈ 4 സർക്കിളിലെയും ഒരു പോയിന്റ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ 4 സർക്കിൾസിന്റെയും കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് O. അപ്പൊ നമ്മൾ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാല് ഈ O എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഈ 4 സർക്കിളും പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ AOBയും AODയും DOCയും BOCയും 90 ഡിഗ്രി ആണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിലെ ഒന്നാമത്തെ ആംഗിൾ ആയ AOB നമുക്ക് എടുക്കാം. AOB ആംഗിൾ AOB എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണെങ്കിൽ O എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണെന്ന് പറയാം അല്ലെ? ഒന്നാമത്തെ സർക്കിളിലെ ഒരു പോയിന്റ് ആണെന്ന് പറയാം. 90 ഡിഗ്രി മീൻസ് O ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ വിത്ത് ഡയമീറ്റർ AB. അപ്പൊ AB ഡയമീറ്റർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ AB വ്യാസമായിട്ട് വരുന്ന സർക്കിളിന്റെ ഒരു പോയിന്റ് ആണ് O.
എന്തുകൊണ്ടാണ്? ആംഗിൾ AOB എന്ന് പറഞ്ഞ 90 ഡിഗ്രി ആയതുകൊണ്ട്. അതുപോലെ നമുക്ക് ഓരോ ആംഗിൾസിനെ എടുത്ത് എഴുതാമല്ലോ. ആംഗിൾ AOC 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? O എന്ന് പറയുന്ന പോയിന്റ് AD ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ 4 ആംഗിളും ഇതേപോലെ എടുത്തെഴുതാം. അപ്പൊ ഇവിടെ നമ്മൾ 4 കോണുകളും എഴുതിയിട്ടുണ്ട്. 4 കോണുകളും നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ O എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എല്ലാ വൃത്തത്തിലൂടെയും പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണെന്നും പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദ 4 സർക്കിൾസ് പാസ് ത്രൂ എ കോമൺ പോയിന്റ്. അതായത് 4 വൃത്തങ്ങളും മുറിച്ച് കടക്കുന്നത് പൊതുവായ ഒരു ബിന്ദുവിൽ കൂടിയാണെന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതൊരു സെമി സർക്കിൾ ആണ്, അതായത് ഒരു അർദ്ധവൃത്തമാണ്. ഈ അർദ്ധവൃത്തത്തിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ വ്യാസങ്ങളുടെ 2 മൂലകളും കൂടി ഈ അർദ്ധവൃത്തത്തിലെ അല്ലെങ്കിൽ ഈ ഒരു സെമി സർക്കിളിലോട്ട് യോജിപ്പിക്കുന്ന ഒരു പോയിന്റ് ആണിത്. അപ്പൊ ഇങ്ങനെ നമുക്ക് യോജിപ്പിക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും അല്ലെ? അതായത് ഒരു മട്ട ത്രികോണം കിട്ടും. അപ്പോൾ ഒരു അർദ്ധവൃത്തം വരച്ചിട്ടുണ്ട്. ഈ അർദ്ധവൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഡയമീറ്ററിലെ 2 പോയിന്റ്സും ഈ സെമി സർക്കിളിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു അർദ്ധവൃത്തത്തിലോട്ട് വരയ്ക്കുന്ന ഒരു ട്രയാംഗിൾ ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ ഈ മട്ട ത്രികോണം. ഇനി അടുത്തതായിട്ട് ഈ മട്ട ത്രികോണത്തിന്റെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഈ ഒരു വശം കണ്ടല്ലോ. ഈ ഒരു വശം ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായിട്ട് വരയ്ക്കുന്ന ഒരു അർദ്ധവൃത്തമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഈ പാർട്ട് ബ്ലൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ രണ്ടാമത്തെ വശമായ ഈ വശമുണ്ടല്ലോ, ഇത് ഡയമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇത് വ്യാസമായിട്ട് വരുന്ന മറ്റൊരു അർദ്ധവൃത്തമാണ്, മറ്റൊരു സെമി സർക്കിൾ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഭാഗം റെഡുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ബ്ലൂ പാർട്ടിന്റെ ഏരിയയും ഈ റെഡ് പാർട്ടിന്റെ ഏരിയയും കൂടെ കൂട്ടുന്നതായിരിക്കും ഈ ഒരു മട്ട ത്രികോണത്തിന്റെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ. ഒന്നുകൂടെ പറയാം, ഈ ബ്ലൂ പാർട്ടിന്റെ ഏരിയയും റെഡ് പാർട്ടിന്റെ ഏരിയയും കൂടെ കൂട്ടുന്നതാണ് ഈ ഒരു മട്ട ത്രികോണത്തിന്റെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ട്രയാംഗിളിന് ABC എന്ന് പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സിയിൽ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലെ? മട്ട ത്രികോണമാണ്. അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇത് ഡയമീറ്റർ ആണ്, AB ഡയമീറ്റർ ആണ്. സി എന്ന് പറയുന്നത് സെമി സർക്കിളിലെ ഒരു ആംഗിൾ ആണ്, അതായത് അർദ്ധവൃത്തത്തിലെ ഒരു കോണാണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് പാർട്സ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഓരോ അർദ്ധവൃത്തങ്ങൾ വന്നു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ സൈഡ്സ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ ഓരോ അർദ്ധവൃത്തങ്ങൾ അല്ലെങ്കിൽ ഓരോ സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, പെർപെൻഡിക്കുലർ അല്ലാത്ത ഭാഗം, അതായത് ഹൈപ്പോട്ടന്യൂസി വരുന്ന ഈ ഒരു സെമി സർക്കിൾ, ഈ ഒരു സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഏരിയയുടെ സമ്മായിരിക്കും. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കാം. AC എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും എന്താണ്? പെർപെൻഡിക്കുലർ സൈഡ്സ് ആണല്ലേ, ലംബവശങ്ങളാണ്. അപ്പൊ അവിടെ വരുന്ന ഈ 2 അർദ്ധവൃത്തങ്ങളും, അർദ്ധവൃത്തം എന്ന് പറയുമ്പോൾ ഇത് മൊത്തം വരുന്നുണ്ട്, BC ഡയമീറ്റർ ആയിട്ടുള്ള ഈ ഒരു അർദ്ധവൃത്തവും അതുപോലെ തന്നെ AC ഡയമീറ്റർ ആയിട്ടുള്ള ഈ ഒരു സെമി സർക്കിളും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഏരിയയുടെ സമ്മ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ AC ഡയമീറ്റർ ആയിട്ട് വരുന്ന ഈ ഒരു സെമി സർക്കിളിന്റെ, അതായത് AC വ്യാസമായിട്ട് വരുന്ന ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് AC ഡയമീറ്റർ ആയിട്ട് വരുന്ന ഈ ഒരു സെമി സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാം. ഒരു വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് πr² ആണല്ലേ. അപ്പൊ അത് സെമി സർക്കിൾ ആയി കഴിഞ്ഞാലോ? സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ അല്ലെങ്കിൽ സർക്കിളിന്റെ പകുതിയാണല്ലേ അർദ്ധവൃത്തം. അപ്പൊ ഇതിന്റെ പകുതിയായിരിക്കും അതിന്റെ ഏരിയ. അപ്പൊ ഇവിടെ നമുക്ക് 1/2 πr². ആറിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? AC ആണ് ഇവിടുത്തെ ഡയമീറ്റർ. AC-യുടെ പകുതിയായിരിക്കും ഇവിടുത്തെ റേഡിയസ് അല്ലെ? അതായത് ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. അപ്പൊ ഇവിടുത്തെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്താണ്? AC ആണല്ലേ. അപ്പൊ AC-യുടെ പകുതി എന്ന് പറഞ്ഞാൽ AC/2. അപ്പൊ ഇവിടെ ആറിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 1/2 πAC/2 πr² അല്ലയോ, ദ ഹോൾ സ്ക്വയർ അല്ലെ. ഇതെന്ന് പറയുന്നത് ആറിന് പകരം നമ്മൾ ഡയമീറ്ററിന്റെ പകുതി എന്ന് കൊടുത്തേക്കുവാണ്, അതിന്റെ ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പൈ ഇൻറ്റു AC-യുടെ സ്ക്വയർ. ഈ സ്ക്വയറിനെ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊടുക്കാം, അതായത് അംശത്തിലും ഛേദത്തിലും കൊടുക്കാം. അപ്പൊ AC-യുടെ സ്ക്വയർ AC². അതുപോലെ തന്നെ 2ന്റെ സ്ക്വയർ എത്രയാണ്? 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണല്ലേ. 1/2 ഇൻറ്റു പൈ ഇൻറ്റു AC²/4. 2ന്റെ സ്ക്വയർ 4. 4 ഗുണം 2 എത്രയാണ്? 8 ആണല്ലേ. അപ്പൊ 1/8
പൈ എ സി സ്ക്വയർ എന്ന് കിട്ടും. ഏതിന്റെ പരപ്പളവാണ്? ഈ ചെറിയ അർദ്ധവൃത്തത്തിന്റെ. ഇനി നമുക്ക് ബി സി ഡയമീറ്റർ ആയിട്ട് വരുന്ന ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. അടുത്തതായിട്ട് ബി സി ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ നോക്കാം. ബി സി എന്ന് പറഞ്ഞ ഇതാണല്ലേ. അപ്പൊ അവിടെ നമുക്ക് പറയാം ഇതൊരു അർദ്ധവൃത്തമാണ്, അതായത് ഒരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ ആണെങ്കിൽ അവിടുത്തെയും ഏരിയ എങ്ങനെ തന്നെ ആയിരിക്കും? 1/2 പൈ ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ. അവിടുത്തെ ആർ എന്താണ്? റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ ബി സി ആണ്, ബി സിയുടെ പകുതി. അപ്പൊ ബി സിയുടെ പകുതി എന്ന് പറയുമ്പോൾ BC/2 ദ ഹോൾ സ്ക്വയർ അല്ലെ. ഈ ചെയ്ത പോലെ തന്നെ വരുമല്ലോ. ഈ ചെയ്ത പോലെ വരുമ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഏരിയ എന്ന് പറയുന്നത് 1/8 പൈ എ സിക്ക് പകരം എന്ത് കിട്ടും? ബി സി എന്ന് കിട്ടും അല്ലെ, BC സ്ക്വയർ. അപ്പൊ ബി സി വ്യാസമായിട്ട് വരുന്ന അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1/8 പൈ ഇൻറ്റു BC സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇനി എ ബി എന്ന് പറയുന്ന ഈ ഒരു വശം ഉണ്ടല്ലോ, ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണമായിട്ട് വരുന്നത്, ഇത് രണ്ടും ലംബവശങ്ങളായിരുന്നു, അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിരുന്നു ഈ കണ്ടുപിടിച്ച രണ്ടും. അതിന്റെ രണ്ടിന്റെയും ഏരിയ എടുത്തിട്ട്, പരപ്പളവ് എടുത്തിട്ട് അതിന്റെ സമ്മ്, അതായത് തുക എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പരപ്പളവിനോട് ഈക്വൽ ആണെന്നാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പൊ ഇവിടെ എ ബി ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/8 പൈ എ ബി ആണ് ഡയമീറ്റർ അല്ലെ, എ ബിയുടെ സ്ക്വയർ, എ ബി സ്ക്വയർ. അപ്പൊ എ ബി വ്യാസമായിട്ട് വരുന്ന അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1/8 പൈ എ ബി സ്ക്വയർ. ഇനി ചെറിയ സെമി സർക്കിൾസ് ഉണ്ടല്ലോ, ചെറിയ അർദ്ധവൃത്തങ്ങൾ, അതിന്റെ ഏരിയാസിന്റെ സമ്മ് നമുക്കൊന്ന് എഴുതാം. അതായത് ഒന്നാമത്തെ ചെറുതെന്ന് പറയുന്നത് എ സി ഡയമീറ്റർ ആയിട്ട് വരുന്നതായിരുന്നു അല്ലെ. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/8 പൈ എ സി സ്ക്വയർ ആയിരുന്നു. പ്ലസ് അടുത്തത് ഏതായിരുന്നു? ബി സി ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിൾ ആണ് അല്ലെ. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/8 പൈ ബി സി സ്ക്വയർ ആയിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള 1/8 ഇൻറ്റു പൈ അതങ്ങ് പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ട്? ബാക്കി ഇവിടുന്ന് എ സി സ്ക്വയർ ഉണ്ട് അല്ലെ. പ്ലസ് ഇവിടെ എന്തുണ്ട്? ബാക്കി ബി സി സ്ക്വയർ. ഇനി നോക്കിയേ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇവിടെ നോക്കിയേ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അതെന്താണ്? ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് അല്ലെ, എ സി സ്ക്വയറും ബി സി സ്ക്വയറും. അതെന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആണ് അല്ലെ. അതായത് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എ ബി, എ ബിയുടെ സ്ക്വയർ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ ബി സ്ക്വയറിന് കൊടുക്കാമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് 1/8 ഇൻറ്റു പൈ ഇൻറ്റു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? എ ബി സ്ക്വയറിന് കൊടുക്കാം അല്ലെ. 1/8 പൈ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നോക്കി, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി. എ ബി ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിന്റെ ഏരിയ ആണ് 1/8 പൈ എ ബി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം സം ഓഫ് ഏരിയാസ് ഓഫ് സ്മോൾ സെമി സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബിയോട് ഈക്വൽ ആണ്. അതായത് ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുക എന്ന് പറയുന്നത് 1/8 ഇൻറ്റു എ ബി സ്ക്വയർ എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി വ്യാസമായിട്ട് വരുന്ന അർദ്ധവൃത്തത്തിന്റെ പരപ്പളവാണ്, പരപ്പളവിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഏരിയാസ് ഓഫ് സ്മോൾ സെമി സർക്കിൾസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി ആണല്ലേ. അതായത് ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുക എന്ന് പറയുന്നത് എ ബി വ്യാസമായിട്ട് വരുന്ന വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ദാണ്ട് ഈ ബ്ലൂ പോർഷൻ ഉണ്ടല്ലോ, ബ്ലൂ കളറിലെ പോർഷൻ, അതുപോലെ തന്നെ ഈ റെഡ് കളറിലെ പോർഷൻ, ഈ രണ്ട് പോർഷൻസിന്റെയും കൂടെ ഏരിയയുടെ സം എടുക്കുക. അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ പരപ്പളവുകളുടെ തുക എടുക്കുക. അത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? അതാണ്ട് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതായത് ഈ ഒരു മട്ട ത്രികോണത്തിന്റെ ഏരിയയോട് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ നീല പോർഷനെ ഞാൻ എ എന്ന് കൊടുക്കുവാണ്, എ, സ്മോൾ ലെറ്റർ എ. ഈ ഒരു സ്മോൾ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ നീല പോർഷൻ നോക്കിയേ, ഇവിടെ കുറച്ച് പോർഷൻ കൂടെ ഉണ്ടല്ലയോ, അതിനെ ബി എന്ന് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ചുമന്ന പോർഷനെ സി എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഈ ബാക്കി പോർഷനെ ഡി എന്നും കൊടുത്തു. ഇനി നമ്മുടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ നമുക്ക് പി എന്ന് കൊടുക്കാം, ക്യാപിറ്റൽ പി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്മോൾ സെമി സർക്കിളിന്റെ പരപ്പളവിനെ എങ്ങനെ കൊടുക്കാം? ഒന്നാമത്തെ ചെറിയ സെമി സർക്കിൾ എന്ന് പറയുന്നത് എയും ബിയും കൂടെ ചേർന്നതാണ് അല്ലെ. അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഈ പോർഷനും ബി എന്ന് പറയുന്ന ഈ പോർഷനും കൂടെ ചേർന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചെറിയ സെമി സർക്കിൾ ആണ് ഇത്. അതിന്റെ പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സി എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും ഡി എന്ന് പറയുന്ന ഈ ഒരു ഭാഗവുമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സെമി സർക്കിളിന്റെ ഏരിയയുടെ സമ്മിനെ എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ചെറിയ സെമി സർക്കിൾ എന്ന് പറയുന്നത് ഇതാണല്ലേ.
അതിനെ നമുക്ക് എ പ്ലസ് ബി എന്ന് എഴുതാം. അവിടുത്തെ പരപ്പളവ് അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എയും ബിയും കൂടെ കൂട്ടുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ അടുത്ത ചെറിയ അർദ്ധവൃത്തം എന്ന് പറയുന്നത് ബി സി വ്യാസമായിട്ട് വരുന്ന ഈ ഒരു സെമി സർക്കിൾ ആണ്, ഈ ഒരു അർദ്ധവൃത്തമാണ്. അതിന്റെ ഏരിയയോ സി പ്ലസ് ഡി അല്ലെ. അതായത് ഈ രണ്ട് സെമി സർക്കിൾസിന്റെയും ഏരിയയുടെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് കിട്ടും. അത് എന്തിനോട് ഈക്വൽ ആണെന്നാ പറഞ്ഞത്? വലിയ സെമി സർക്കിളിന്റെ ഏരിയ അല്ലെ, അതായത് എ ബി ഡയമീറ്റർ ആയിട്ട് വ്യാസമായിട്ട് വരുന്ന വലിയ സെമി സർക്കിളിന്റെ ഏരിയയോട് ഈക്വൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ വലിയ സെമി സർക്കിളിന്റെ ഏരിയ വരണമെങ്കിൽ ഏതൊക്കെ പോർഷൻ വരണം? ബി വരും, പി വരും, ഡി വരും അല്ലെ. അപ്പൊ അതുമായിട്ട് ഈക്വൽ ആണ്. ബി പ്ലസ് പി പ്ലസ് ഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ് ആണ് അല്ലെ. ലെഫ്റ്റ് സൈഡിൽ ബിയും റൈറ്റ് സൈഡിലും ബി ഉണ്ട്, അത് ക്യാൻസൽ ആക്കി. അതുപോലെ തന്നെ ഡിയും ഡിയും ക്യാൻസൽ ആയി. ബാക്കി എന്താണ്? എയും സിയും അല്ലെ. എ എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്, സി എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്. അപ്പൊ എ പ്ലസ് സി ഈക്വൽ ടു പി എന്ന് കിട്ടി. പി എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളും ആണല്ലേ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതാണ്ട് ഈ ബ്ലൂ പോർഷനും ഈ റെഡ് പോർഷന്റെയും കൂടെ സമ്മ്, അതല്ലേ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കിട്ടിയേക്കുന്നത് എയും സിയും അല്ലെ. എ എന്ന് പറയുന്നത് ബ്ലൂ പോർഷൻ ആണ്, സി എന്ന് പറയുന്നത് റെഡ് പോർഷൻ ആണ്. അതിന്റെ സം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? പിയുമായിട്ട് ഈക്വൽ ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബ്ലൂവും റെഡും കൂടെ കൂട്ടുന്നത്, അതായത് രണ്ടിന്റെയും കൂടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കൂട്ടുന്നതാണ് ഇത്, അതായത് ഈ ഒരു മട്ടത്രികോണത്തിന്റെ ഏരിയ. അപ്പൊ നമുക്ക് അത് കിട്ടി, മനസ്സിലായല്ലോ. അപ്പൊ ലാസ്റ്റ് നമുക്ക് എ പ്ലസ് സി ഈക്വൽ ടു പി എന്ന് കിട്ടും അല്ലെ. എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഏരിയാസ് ഓഫ് ദ ബ്ലൂ ആൻഡ് റെഡ് ക്രസൻസ്, അതായത് നീലയും ചുവപ്പുമായ ചന്ദ്രക്കലകളുടെ പരപ്പളവുകളുടെ തുകയാണ് എ പ്ലസ് സി. അതെന്ന് പറയുന്ന ആരുമായിട്ട് ഈക്വൽ ആണ്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ പരപ്പളവ്. ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 48 എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലെ. ഈ സർക്കിളില് എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും രണ്ട് ഞാണുകളാണ്. ഞാണെന്ന് വെച്ചാൽ എന്താണ്? കോഡ്. രണ്ട് കോഡ്സ് ആണ്, എ ബിയും സി ഡിയും. ഈ രണ്ട് കോണുകളും പെർപെൻഡിക്കുലർലി കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് ഇത് രണ്ടും എന്താണ്? ലംബമായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ വരുന്ന ഈ ഒരു ആംഗിള്, ഇവിടെ 4 സൈഡിലും വരുന്ന ആംഗിൾസ് എത്ര വീതമായിരിക്കും? 90 ഡിഗ്രി വീതമായിരിക്കും അല്ലെ, 90 ഡിഗ്രി വീതമായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, എ പി സി എന്ന് പറഞ്ഞ ഈ ഒരു ചാപം കണ്ടോ? അതായത് ഈ ഒരു ആർക്ക്, ഈ ഒരു ആർക്കിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ സർക്കിളിന്റെ ഭാഗവും അതുപോലെ തന്നെ ബി ക്യു ഡി എന്ന് പറയുന്ന ഈ ഒരു ചാപത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സർക്കിളും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു അർദ്ധവൃത്തമാകുമെന്ന്, അതായത് ഒരു സെമി സർക്കിൾ ആകുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഈ രണ്ട് ആർക്കുകളും, അതായത് ഈ രണ്ട് ചാപങ്ങളും കൂടെ കൂട്ടിച്ചേർത്താൽ സെമി സർക്കിൾ അർദ്ധവൃത്തം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നോക്കിയേ, ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ സെൻട്രലിലെ ആംഗിൾ എത്രയാണ്? കേന്ദ്രകോൺ. കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർക്ക് സെന്ററിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ടായിരിക്കുമല്ലോ, ഉണ്ട് ഈ ഇങ്ങനെ വരുന്ന അല്ലെ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ആർക്ക്, ഈ ഒരു ചാപം സെൻട്രൽ മേക്ക് ചെയ്യുന്ന വേറൊരു ആംഗിളും ഉണ്ടായിരിക്കും അല്ലെ. ഉണ്ട് ഈ ഭാഗത്ത് ഇത്രയും വരുന്ന ആംഗിൾ. ഈ രണ്ട് ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം നമുക്ക്? 180 ഡിഗ്രി കിട്ടണം അല്ലെ. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ചാപങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് ആർക്കുകളുടെയും സം എന്ന് പറയുന്നത് സെമി സർക്കിൾ ആണ്, അർദ്ധവൃത്തമാണെന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാൻ സെന്റർ കണ്ടുപിടിച്ചു. സെന്റർ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലെ. ഏതാണ്ട് ഈ കൊടുത്തിരിക്കുന്നതായിരിക്കും അതിന്റെ സെൻട്രൽ ആംഗിൾ. എ സി എന്ന് പറയുന്ന ഈ ഒരു ചാപത്തിന്റെ അല്ലെങ്കിൽ എ സി എന്ന് പറയുന്ന ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. അതായത് ഈ ഒരു ചാപത്തിലല്ലാതെ അതിന്റെ എതിർവശത്ത്, അതായത് ഈ ഒരു ചാപത്തിലല്ലാതെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണല്ലേ, ആ ഒരു ഭാഗത്തിൽ എവിടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വൃത്തത്തിന്റെ ഭാഗത്തിൽ എവിടെങ്കിലും നമുക്കൊരു ആംഗിൾ കിട്ടുവാണെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും സെൻട്രൽ ആംഗിൾ അല്ലെ, അല്ലെങ്കിൽ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും അവിടുത്തെ ആംഗിൾ. പക്ഷെ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണ്? ആ ഒരു ആംഗിൾ തുടങ്ങുന്നത് എയിലും അവസാനിക്കുന്നത് സിയിലും ആയിരിക്കണം അല്ലെ, അല്ലെങ്കിൽ തുടങ്ങുന്നത് സിയിലും അവസാനിക്കുന്നത് എയിലുമായിരിക്കണം. അങ്ങനെ ഒരു ആംഗിൾ ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എവിടെങ്കിലും കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സർക്കിളിന്റെ ഇതൊരു ആർക്കാണ്, ഇതൊരു ചാപമാണ്, എ ബി എന്ന് പറഞ്ഞൊരു ചാപമാണ്. ഇവിടുത്തെ സെൻട്രൽ ആംഗിളും അതുപോലെ തന്നെ ഈ എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഈ ചാപത്തിന്റെ എതിർവശത്തെ ചാപം അല്ലെ, ഇവിടെ എവിടെയെങ്കിലും ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും മേക്ക് ചെയ്യുന്ന ആംഗിളും ഈ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്?
ഇവിടുത്തെ ആംഗിളിന്റെ ഇരട്ടിയായിരിക്കും അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ അല്ലെ, സെൻട്രലിലെ ആംഗിൾ, അല്ലെങ്കിൽ സെൻട്രലിലെ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ. അങ്ങനെ ഒത്തിരി ആംഗിൾസ് നമുക്ക് വരയ്ക്കാം അല്ലേ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ ഒരു ചാപം AB ആണല്ലേ, അപ്പൊ എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കണം ഇവിടുത്തെ ആംഗിൾസ് അല്ലെ. അപ്പൊ ഇവിടെ എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നുണ്ടല്ലോ ഈ ആംഗിൾ, അതുപോലെ തന്നെ എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നുണ്ട് അല്ലേ. ഇവിടെയും എന്താണ്, എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ഒരു സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിട്ട് വരുന്ന ഈ ചാപത്തിലല്ലാതെ, AC എന്ന് പറയുന്ന ചാപത്തിലല്ലാതെ അതിന്റെ എതിർവശത്തെ ചാപത്തിൽ വരുന്ന ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നോക്കിയതാണ്ട് ഇവിടെ ഡിയില് ഇവിടെ ഒരു ആംഗിൾ, അതായത് ADC അല്ലയോ. എയിൽ തുടങ്ങി സിയിൽ അവസാനിച്ചു, അല്ലെങ്കിൽ സിയിൽ തുടങ്ങി എയിൽ അവസാനിച്ചു, CDA. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടുത്തെ ഈ ആംഗിളിന് ഞാൻ X ഡിഗ്രി എന്ന് കൊടുത്തു. അപ്പൊ ADC എന്ന് പറയുന്ന ഈ ആംഗിൾ AC എന്ന് പറയുന്ന ഈ ചാപത്തിന്റെ, ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും അല്ലെ. ആ ഒരു റിലേഷനാണ് ഈ രണ്ട് ആംഗിൾസും തമ്മിലുള്ളത്. അപ്പൊ ഇവിടെ X ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? O എന്ന് കൊടുക്കാം. ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ, 2X ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ ADC എന്ന് പറയുന്നത് X ഡിഗ്രി ആണെങ്കിൽ AOC എത്രയായിരിക്കും? 2X ഡിഗ്രി ആയിരിക്കും. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അടുത്ത ചാപം എടുക്കാം. അടുത്ത ചാപം ഏതാണ്? BQD അല്ലെ. അടുത്ത ആർക്ക് BQD ആണ്. ഈ BQD സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്കൊന്ന് നോക്കാം. BQD എന്ന് പറയുമ്പോൾ ബിയിലും ഡിയിലും അല്ലെ. ബിയിൽ നിന്നും ഡിയിൽ നിന്നും നമുക്ക് സെന്ററിലോട്ട് വരയ്ക്കണം. അപ്പൊ ഡിയിൽ നിന്ന് സെന്ററിലോട്ട് വരച്ചു. ഇനി അതുപോലെ തന്നെ ബിയിൽ നിന്നും സെന്ററിലോട്ട് വരയ്ക്കണം. ഇതാണ് BQD എന്ന് പറയുന്ന ഈ ഒരു ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പൊ നമ്മൾ ഇവിടുത്തെ AC-യുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ച പോലെ BQD-യുടെ സെൻട്രൽ ആംഗിളും കണ്ടുപിടിച്ചു. AC എന്ന് പറയുന്ന ചാപത്തിന് നമ്മൾ ഇതിന്റെ അപ്പുറത്തെ വശത്ത്, അതായത് ഈ ഒരു വൃത്തഭാഗത്തല്ലാതെ, AC എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തല്ലാതെ ഇപ്പുറത്തെ വൃത്തഭാഗത്ത് ഒരു ആംഗിളും കണ്ടുപിടിച്ച് അല്ലെ. അതേപോലെ തന്നെ BQD-ക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? BQD-യുടെ ഭാഗത്തല്ലാതെ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ആംഗിൾ കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ആംഗിൾ നോക്കിയേ, BAD, അതായത് ബിയിൽ തുടങ്ങി ഡിയിൽ അവസാനിച്ചു, അല്ലെങ്കിൽ ഡിയിൽ തുടങ്ങി ബിയിൽ അവസാനിച്ചു. ആ ഒരു ആർക്കിന്റെ എൻഡ് പോയിന്റ്സ് എന്താണോ അത് തന്നെ ആയിരിക്കണം ആ ആംഗിളിന്റെ എൻഡ് പോയിന്റ്സും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആംഗിൾ എടുക്കാമല്ലോ. വേണ്ട, BAD. BAD എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് Y എന്ന് എടുക്കാം, Y ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ BOD, അതായത് BQD-യുടെ സെൻട്രൽ ആംഗിൾ BOD എത്രയായിരിക്കും? ഇത് Y ആണെങ്കിൽ അതിന്റെ ഇരട്ടിയായിരിക്കും അല്ലെ, 2Y ഡിഗ്രി. മനസ്സിലായോ? നമ്മൾ ആദ്യം എടുത്തത് AC എന്ന് പറയുന്ന ഈ ഒരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. അതുപോലെ തന്നെ AC എന്ന് പറയുന്ന ഈ ഒരു ചാപത്തിന്റെ എതിർവശത്ത്, അതായത് എതിർവശത്തെ വൃത്തഭാഗത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിളൂടെ കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാപത്തിന്റെ എൻഡ് പോയിന്റ്സ് എയും സിയും ആണ് അല്ലെ. AC എന്ന് പറയുമ്പോൾ എയും സിയും ആണ്. അപ്പൊ അതേ എൻഡ് പോയിന്റ്സ് തന്നെ വരുന്ന ഒരു ആംഗിൾ ആയിരിക്കണം നമുക്ക് എതിർവശത്തെ വൃത്തഭാഗത്തും കിട്ടേണ്ടത്. അങ്ങനെയുള്ള ഒരു ആംഗിൾ ഏതാണ്? ADC. അത് X ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ ഡബിൾ ആയിരിക്കും, 2X. അതുപോലെ തന്നെ അടുത്തത് BQD അല്ലെങ്കിൽ BD എന്ന് പറയുന്ന ഈ ഒരു ചാപം എടുത്തു. ആ ഒരു ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ ഇതാണ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതേ എൻഡ് പോയിന്റ്സ്, ഈ ചാപത്തിന്റെ എൻഡ് പോയിന്റ്സ് ബിയും ഡിയും ആണ്. അതേ എൻഡ് പോയിന്റ്സ് വരുന്ന ഇപ്പുറത്തെ വശത്ത്, ഇപ്പുറത്തെ വൃത്തഭാഗത്ത് വരുന്ന ഒരു ആംഗിളൂടെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ആംഗിൾ ഏതാണ്? BAD. അതും കണ്ടുപിടിച്ചല്ലേ. അത് Y ആണെങ്കിൽ ഇതെത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടിയായിരിക്കും, 2Y ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു ട്രയാംഗിൾ കണ്ടോ? AD, ഇവിടെ M എന്ന് കൊടുക്കാം, ADM. DM ഇവിടെ പെർപെൻഡിക്കുലർ ആണല്ലോ, ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ADM. ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ട്രയാംഗിൾ ആണ്. അതിന്റെ D എന്ന് പറയുന്ന ഭാഗത്ത് X ഡിഗ്രി ആണ്. അതുപോലെ തന്നെ A എന്ന് പറയുന്ന ഈ ഭാഗത്ത് Y ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ, ട്രയാംഗിൾ AMD എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ആണ് അല്ലേ. ഓരോ ആംഗിളും നമുക്ക് നോക്കാം. X, ഡിയിലെ ആംഗിൾ X പ്ലസ് എയിലെ ആംഗിൾ Y പ്ലസ് 90 ഡിഗ്രി ഈക്വൽ ടു എത്രയാണ്? സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണല്ലേ. അതായത് ഒരു ത്രികോണത്തിലെ 3 ആംഗിളും കൂടെ, 3 കോണുകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. അതിലെ ഒരു ആംഗിൾ X ആണെന്നറിയാം, രണ്ടാമത്തെ ആംഗിൾ Y ആണെന്നറിയാം. ഇവിടെ ഈ കോഡുകൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ, ഈ ആംഗിൾ
90 ഡിഗ്രി ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണല്ലേ. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 180. ഈ 90 അങ്ങ് അപ്പുറത്ത് പോവും. അതായത് 180 മൈനസ് 90 എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പൊ ഈ എക്സും വൈയും കൂടെ കൂട്ടിയാൽ, എക്സും വൈയും ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ആ എക്സും വൈയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. ഇത്രയും നമുക്കൊന്ന് എഴുതാം. അപ്പൊ ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരെ കിട്ടി അല്ലേ. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? ഈ ഒരു ചാപത്തിന്റെ എ സി എന്ന് പറയുന്ന ചാപത്തിന്റെ സെൻട്രൽ ആംഗിളും ബി ഡി എന്ന് പറയുന്ന ചാപത്തിന്റെ സെൻട്രൽ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം അല്ലേ. അതായത് ആ രണ്ട് ചാപവും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് സെമി സർക്കിൾ ആണ്, അതായത് അർദ്ധവൃത്തമാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്കിനി അടുത്ത എന്ത് ചെയ്യാം? എ സിയുടെ സെൻട്രൽ ആംഗിൾ എന്തായിരുന്നു? ആംഗിൾ എ ഒ സി അല്ലെ, എ ഒ സി പ്ലസ് അടുത്ത ബി ഡിയുടെ അല്ലെങ്കിൽ ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോണം എന്താണ്? ആംഗിൾ ബി ഒ ഡി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ ആദ്യത്തെ എ ഒ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 2x ആണല്ലേ. ഇവിടെ x ആണെങ്കിൽ ഇവിടെ 2x പ്ലസ് ബി ഒ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 2y ആണല്ലേ. അതായത് ഇവിടെ y ആണ്, അതുകൊണ്ട് ഇവിടെ 2y. 2 നമുക്ക് പുറത്തെടുക്കാമല്ലോ. ബാക്കി എന്തുണ്ട്? എക്സ് പ്ലസ് വൈ അല്ലേ. അതായത് ഇവിടുന്ന് 2 ഇഞ്ഞ് പുറത്തെടുക്കുമ്പോൾ എക്സ്, ഇവിടുന്ന് 2 ഇഞ്ഞ് പുറത്തെടുക്കുമ്പോൾ ബാക്കി y. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്താണ്? എക്സ് പ്ലസ് വൈ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചല്ലേ, 90. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഗുണം 90 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ ഡിയും കൂടെ കൂട്ടുമ്പം 180 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ എ ഒ സി എന്ന് പറഞ്ഞാൽ എ സിയുടെ സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്രകോണാണ്. അതുപോലെ തന്നെ ബി ഒ ഡി, ആംഗിൾ ബി ഒ ഡി എന്ന് പറഞ്ഞാൽ ബി ക്യു ഡിയുടെ അല്ലെങ്കിൽ ബി ഡിയുടെ സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്രകോണാണ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എ സിയും ബി ക്യു ഡിയും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തം കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? സിൻസ് ദ സം ഓഫ് സെൻട്രൽ ആംഗിൾസ് ഓഫ് ദ ആർക്സ് എ പി സി ആൻഡ് ബി ക്യു ഡി ഈസ് 180 ഡിഗ്രി, ദേ ഫോം എ സെമി സർക്കിൾ വെൻ ജോയിൻഡ് ടുഗദർ. അതായത് ചാപം എ പി സിയുടെയും ചാപം ബി ക്യു ഡിയുടെയും കേന്ദ്രകോണുകളുടെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയായിരിക്കും.